ഇന്ന് നമുക്കിനി ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു, ഇന്നിനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് പരമാത്മാവിനെ കുറിച്ചാണ്, ഈശ്വരൻ്റെ പരിചയമാണ്. കാരണം ഈ ബാറ്ററിയുടെ ചാർജ് കുറഞ്ഞപ്പോൾ നമുക്ക് വീണ്ടും കണക്ട് ചെയ്ത് കറണ്ട് എടുക്കണം. കാരണം ഇപ്പം നമ്മുടെ എല്ലാവരുടെയും ദാഹം എന്തിനാണ്? ശാന്തിക്ക്, സുഖത്തിന്, ശക്തിക്ക്, സന്തോഷത്തിന്. അർത്ഥം ബാറ്ററി ഫുള്ളായിരുന്നു, അവിടുന്ന് എവിടെ എത്തി? അപ്പോൾ അതുകൊണ്ടാണ് ഈ ദാഹം. അപ്പോൾ വെള്ളം കുടിക്കാൻ നമുക്ക് ദാഹിക്കുന്ന എന്തുകൊണ്ടാണ്? നമ്മുടെ ശരീരത്തിൽ 75% കൂടുതൽ വെള്ളമാണ്. പക്ഷെ അതിൽ നിന്ന് എത്ര നഷ്ടപ്പെടുന്നു, അപ്പം നമുക്ക് അത്രയും ദാഹം വരും. അതേപോലെ ആത്മാവ് ദാഹിക്കുന്നത് സുഖശാന്തിക്കാണ്. എന്താ കാരണം? ആത്മാവിൻ്റെ സ്വധർമ്മമാണ് സുഖവും ശാന്തിയും സന്തോഷവും. അതാണ്, ആ ചാർജാണ് കുറഞ്ഞത്. അപ്പം നമുക്കിപ്പോൾ വീണ്ടും എന്ത് ചെയ്യണം? ബാറ്ററി ചാർജ് ചെയ്യണം, റീചാർജ് ചെയ്യണം. അപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്നത് നമ്മൾ എങ്ങനെ റീചാർജ് ചെയ്യും, എങ്ങനെ പവർ ഹൗസുമായി കണക്ട് ചെയ്യണം. മെഡിറ്റേഷൻ്റെ സെക്കൻഡ് സ്റ്റെപ്പ്. ഇന്നലെ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് കയറി. ഇന്ന് നമ്മൾ അതാണ് ശരീരബോധത്തിൽ നിന്ന് ആത്മബോധത്തിലേക്ക് നമ്മൾ യാത്ര ചെയ്യാൻ ഇന്നലെ പഠിച്ചു. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് പരമാത്മാവിൻ്റെ അടുത്തേക്ക് നമുക്ക് എങ്ങനെ യാത്ര ചെയ്യാം. അതുകൊണ്ടാണ് മെഡിറ്റേഷൻ, ആ വാക്കിൽ തന്നെയുണ്ട് ധ്യാനം, ധീയാനം. ധീ പറഞ്ഞ ബുദ്ധി, ബുദ്ധി കൊണ്ടുള്ള അയനമാണ്, യാത്രയാണ്. അപ്പം നമുക്ക് ശരീരം കൊണ്ടുള്ള യാത്രയല്ല, നമ്മൾ എവിടെ ഇരിക്കുന്നു അവിടെ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ബുദ്ധി കൊണ്ട് യാത്ര ചെയ്യാം. അപ്പം നമുക്ക് ബുദ്ധി കൊണ്ട് യാത്ര എങ്ങോട്ടാണ് ചെയ്യേണ്ടത്? ഈ ബാറ്ററി ചാർജ് ചെയ്യാൻ. അതാണ് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഇപ്പം നമ്മൾ ഈ ഗ്ലോബ്, ഭൂമിയെ കാണിച്ചിരിക്കുകയാണ്. ഭൂമി, സൂര്യചന്ദ്ര നക്ഷത്രങ്ങൾ നിറഞ്ഞ് ഈ നീലാകാശം, ഈ പ്രപഞ്ചം. അപ്പം നമ്മളിവിടെ നാടകശാലയിൽ ശരീരമാകുന്ന വസ്തു ഉപയോഗിച്ച് എല്ലാ പാർട്ടുധാരികളും പാർട്ടഭിനയിക്കുകയാണ്. ഇവിടെ ഇതിനെ സാകാര ലോകമെന്നാ പറയണം, കോർപ്പറിയൽ വേൾഡ്. എല്ലാവരും ശരീരധാരികളാണ്. ശരീരത്തിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നത് സ്ത്രീ പുരുഷ ദേഹത്തെ കാണണം. ദേഹത്തിനുള്ളിൽ ആരിരിപ്പുണ്ട്? ദേഹിയുണ്ട്. പക്ഷേ ഈ മൂന്നാം കണ്ണ് അടഞ്ഞു കിടക്കുന്നത് കൊണ്ട് നമ്മൾ ദേഹത്തെ നോക്കുന്നുള്ളൂ. ഈ 2 കണ്ണുകൊണ്ടാണ് നോക്കണേ. പക്ഷെ ഇന്നലെ മുതൽ നമ്മൾ എന്ത് പഠിച്ചു? ഇന്നലെ സിസ്റ്റർ നിങ്ങളോടൊരു ഹോംവർക്ക് പറഞ്ഞിരുന്നു. ആരെ കാണുമ്പോഴും, വീട്ടിലുള്ളവരെ ഉൾപ്പെടെ കാണുമ്പോൾ അല്ലേ, ഇവരൊരു ആത്മസ്വരൂപം, എൻ്റെ ആത്മസഹോദരനാണ് എന്ന് ഒന്ന് ചിന്തിക്കൂ. ചിന്തിച്ചിരുന്നു? ആ കണ്ണിലേക്ക് കാണാനും നമ്മളിങ്ങനെ ആത്മാ നീ കണ്ണുകൊണ്ട് നോക്കണതല്ല, പിന്നെ നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്, നമ്മുടെ വിവേകം, എല്ലാവരും എൻ്റെ ആത്മസഹോദരങ്ങളാ. അതിനാണ് ഇവിടെ പൊട്ടും ചന്ദനമൊക്കെ വെക്കണമെന്ന് നമ്മൾ ഇന്നലെ പഠിച്ചു. ആത്മചൈതന്യം ഇതിൻ്റെ ഉള്ളിലാണ്, തലച്ചോറിൻ്റെ ഉള്ളിലാണ് ആത്മാവാകുന്ന ഈ ജ്യോതി, ഈ പ്രകാശം ഇരിക്കുന്നത്. അപ്പം ആരെ കാണുമ്പോഴും നമ്മൾ നോക്കേണ്ടതും ഈ പ്രകാശത്തെ, ഈ പ്രകാശത്തിലേക്കേ നോക്കാവൂ എന്നതുകൊണ്ടാണ് ഇവിടെ പൊട്ടും ചന്ദനവും വെക്കാൻ നമ്മളെ പഠിപ്പിച്ചത്. ഇന്നിപ്പോൾ പൊട്ടിടും, ചന്ദനം ഇടും, അതൊരു ഫാഷനായി മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. പക്ഷെ അതിൻ്റെ പിന്നിലെ പവിത്രമായ ഒരു സങ്കല്പം, ഒരു ആദർശം, ഏറ്റവും ഉയർന്ന ഉദാത്തമായ ഒരു ദൃഷ്ടികോൺ, അതേതാണ്? ആത്മാ ആത്മാ ഭൈ ഭൈ. ആ ദൃഷ്ടികോണാണ്. അപ്പം ആ ആത്മസ്വരൂപങ്ങളെല്ലാം ഈ ഭൂമിയാകുന്ന നാടകശാലയിൽ ഇപ്പം നമ്മൾ ശരീരധാരികളായി ഇവിടെ നാടകം കളിക്കുകയാണ്. നാടകത്തിന് എല്ലാവരും 5 തത്വങ്ങൾ നമുക്ക് ദേഹം നിർമ്മിച്ചു തന്നു. അച്ഛനും അമ്മയും കൂടെ ബീജമിട്ട് അമ്മ കഴിക്കുന്ന ആഹാരം കൊണ്ട് വയറ്റിൽ അല്ലെ ശരീരം വളർന്നു. അപ്പം 5 തത്വങ്ങൾ നമുക്ക് ഈ ദേഹത്തെ വലുതാക്കി തന്നുകൊണ്ടിരിക്കുക. എപ്പോഴും നമ്മൾ കഴിക്കുക, അതിനനുസരിച്ച് ഈ ശരീരത്തിൽ വളർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമ്മളെ തീറ്റിപ്പോറ്റുന്ന മാതാവ് ആരാണ്? ഒന്ന് ശരീരത്തിന് ജന്മം തന്ന മാതാപിതാവ്, അവർ നമ്മളെ തീറ്റിപ്പോറ്റുന്നുണ്ട്. പിന്നെ ഒന്ന് ഈ പ്രകൃതി മാതാവ്. 5 തത്വങ്ങൾ, ഭൂമിയും ആകാശവും വെള്ളവും വായുവും അഗ്നിയും, അവരുള്ളത് കൊണ്ടല്ലേ നമ്മൾ കഴിക്കുകയും കുടിക്കുകയും ശ്വസിക്കുകയും എല്ലാം ചെയ്യുന്നത്. ഈ 5 തത്വം കൊണ്ട് ഉണ്ടാക്കപ്പെട്ടതാണ് എല്ലാം. നമ്മളിരിക്കുന്ന വീടും, നമ്മൾ അണിയുന്ന വസ്ത്രവും, നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും, നമ്മൾ ശ്വസിക്കുന്ന വായുവും, നമ്മൾ കുടിക്കുന്ന വെള്ളവും എല്ലാം അവരുടെ ദാനമാണ്. ആരുടെ? ഈ 5 തത്വങ്ങളെ. അവരൊന്ന് സമരം വിളിച്ചാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ? വായു പറയാ, ഞാൻ നിങ്ങൾക്ക് ശ്വസിക്കാൻ തരില്ല. അവരൊന്ന് ഒരു ദിവസം സമരം വിളിച്ചു എന്നിരിക്കട്ടെ, നമ്മുടെയൊക്കെ അവസ്ഥ എന്താ? ഒരു ദിവസം ഞങ്ങൾ ബന്ധാണ് എന്ന് വായു പറഞ്ഞാൽ എങ്ങനെയുണ്ടാവും? വെള്ളം പറയാണ്, ഇന്ന് ഞാൻ സമരത്തിലാണ്, നിങ്ങളോട് പിണക്കത്തിലാണ്, ഞാൻ കുടിക്കാൻ വെള്ളം തരില്ല എന്ന് വെള്ളം പറഞ്ഞിരുന്നുവെങ്കിലോ?
തരാതിരുന്നെങ്കിൽ ആലോചിച്ച് നോക്കൂ. നമുക്ക് വെള്ളത്തിൻ്റെയും വായുവിൻ്റെയൊക്കെ മൂല്യം എപ്പോഴാണ് അറിയണേ? നമുക്ക് ശ്വസിക്കാൻ പറ്റാതെ, ശ്വസനേന്ദ്രിയം ഉണ്ടായിട്ടും ശ്വസിക്കാൻ പറ്റാതെ നമ്മളൊന്ന് ആശുപത്രി പോയി കിടന്ന് നമ്മളെ വെന്റിലേറ്ററിൽ അല്ലെങ്കിൽ ഓക്സിജൻ നമുക്ക് കൃത്രിമമായിട്ട് തരുമ്പോൾ നമുക്കറിയാം ഓക്സിജൻ്റെ മൂല്യം എത്രയാണ്. ഓരോ ബില്ലടിച്ച് വരുമ്പോൾ നമുക്കറിയാം. ഇവിടെ നിന്നെടുത്ത് ശ്വസിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ വില അറിയോ? അതുകൊണ്ടാണ് 5 തത്വങ്ങളെ പണ്ട് നമ്മുടെ പൂർവികരെന്താ പേരിട്ടിരുന്നത്? ദേവത. എല്ലാത്തിനെയും ദേവത. ദേവത പറഞ്ഞ കൊടുക്കുന്നവരുടെ പേരാണ് ദേവത. ദേവത മീൻസ് ദേനേവാല, കൊടുക്കുന്നവർ. അപ്പം അവരെന്ത് തരുന്നുണ്ട്? നമുക്ക് ഉപകാരം മാത്രമാണ് ചെയ്തു തരുന്നത്. എല്ലാം തരുന്നവരാണ് 5 തത്വം. അതുകൊണ്ടാണ് വായു ദേവത, അല്ല ജലദേവത, എല്ലാത്തിനെയും ദേവൻ, ഭൂമി ദേവി, ദേവൻ ദേവിയുടെ സങ്കല്പത്തിൽ നമ്മൾ ആരാധിക്കാൻ കാരണം. പക്ഷെ ഇവിടെ നാടകം കളിച്ച് അവരെല്ലാം നമുക്ക് തന്നു. പക്ഷെ നമ്മൾ അവരോട് എന്ത് ചെയ്തു? അവർ നമുക്കെല്ലാ സുഖവും തരുന്നു. നമ്മളവർക്ക് ഭൂമിയെ നശിപ്പിക്കുക, വായുവിനെ മലിനാക്കുക, വെള്ളത്തെ അഴുക്കാക്കുക, അവരെ നശിപ്പിക്കുന്ന ജോലി ആര് ചെയ്യാണ്? മാനവൻ ചെയ്യാണ്. തത്വങ്ങൾ നമുക്ക് ഉപകാരം ചെയ്യുന്നു, നമ്മളവരെ ഉപദ്രവിക്കണം. അപ്പം എങ്ങനെയുണ്ടോ? ഉപദ്രവം സഹിക്കാൻ പറ്റാതെ വരുമ്പോൾ മാക്സിമം സഹിക്കും. പറ്റാത്ത സമയത്തൊക്കെ അവരൊന്ന് എന്ത് ചെയ്യും? ഭൂമി ഒന്നിളകും, വെള്ളം അല്ലേ ഓളം ഒന്നിളക്കും, അപ്പോൾ ഒരു സുനാമിയാകും. ഭൂമി സഹികിടുമ്പോൾ ഒന്ന് കുലുങ്ങും, അപ്പം എന്താവും? ഭൂമി കുലുക്കമാകും അല്ലേ? നമ്മൾ വയനാട് കണ്ടതല്ലേ? അല്ല, കാറ്റാണെങ്കിലും അഗ്നിയാണെങ്കിലും 5 പേരും കൂടെ എവിടെയെങ്കിലുമൊക്കെ ഓരോരുത്തരും ഒന്ന് അവരുടെ രൗദ്രഭാവം കാണിക്കുമ്പോൾ ഉണ്ടാകുന്ന നമ്മൾ അറിയണുണ്ട്. ഈ 5 പേരും കൂടെ ചേർന്ന് തണ്ഡവം നാടുകയാണെങ്കിൽ എങ്ങനെയുണ്ടാവും? ഇവിടെ പിന്നെ നമ്മൾ ബാക്കി ഉണ്ടാവും. അപ്പം അതുകൊണ്ട് ഈ നാടകശാല നമ്മൾക്ക് തന്നത് ഭഗവാനും 5 തത്വങ്ങളും നമ്മളെ ഇവിടേക്ക് വിട്ടത് നമുക്ക് ഈ സുന്ദരമായ നാടകശാലയിൽ ഈ ആത്മാവിന്, ഈ സദോഗുണിയായ വെളിച്ചത്തിന് ഈ ഗുണങ്ങളെ ശക്തികളെയൊക്കെ പ്രകടിപ്പിക്കുക. സ്നേഹം എങ്ങനെ പ്രകടിപ്പിക്കുക? ആത്മാവ് ഒരു വെളിച്ചമാണ്, ഈ കണ്ണുകൊണ്ട് പോലും കാണില്ല. പക്ഷെ ആത്മാവിലെ സ്നേഹം പ്രകടിപ്പിക്കാനാണ് നമുക്ക് സംസാരിക്കാൻ ഈ വായി തന്നത്. ഈ കണ്ണ്, മൂക്ക്, നാക്ക്, മുഖം ഇതെല്ലാം എന്തിനാണ്? സ്നേഹത്തോടെ പെരുമാറാൻ, നമ്മുടെ സന്തോഷം കാണിക്കാൻ. നമുക്ക് അറിവുണ്ട്, ആ വിവേകത്തെ പ്രകടിപ്പിക്കാനാണ് ഈ തലച്ചോറ് പ്രോസസ്സ് ചെയ്ത് നമ്മുടെ അറിവുകൾ ഉപയോഗിച്ച് നമ്മൾ ഈ സൃഷ്ടിയിലെല്ലാം നല്ലത് സൃഷ്ടിക്കാൻ, നല്ല സംഭാവനകൾ ചെയ്യാൻ. അതിനാണ് ബുദ്ധി നമുക്ക് തന്നിരിക്കണേ, അറിവ് നമുക്ക് തന്നിരിക്കണേ. അപ്പം ഈ 7 ഗുണങ്ങളും ഈ ആത്മാവിലുള്ളത് പ്രകടിപ്പിക്കാനാണ് എന്ത് തന്നെ? ഈ ശരീരം തന്നത്. 7 ഗുണങ്ങളുടെ ലൈറ്റ് എനർജി ഉപയോഗിച്ച് ഈ വണ്ടി ഓടിക്കാൻ. പക്ഷെ ഇപ്പം നമ്മൾ ഈ ലൈറ്റ് എനർജിക്ക് പകരം സ്പിരിച്വൽ എനർജി ഉപയോഗിക്കുന്നതിന് പകരം എന്ത് ചെയ്തു? നാടകശാലയിൽ നാടകം കളിച്ച് എന്താ ചെയ്യണേ? സദോ ഗുണങ്ങൾക്ക് പകരം നമ്മൾ എന്താ ഉപയോഗിക്കണേ? അല്ലേ? ബാഡ് ഫീലിങ്സുകളാണ് കൈകാര്യത്തിന് ഉപയോഗിക്കണേ. 5 ദുർവികാരങ്ങൾ, ദുശീലങ്ങൾ, ദുസ്വഭാവങ്ങൾ, ഈ ആയുധങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ എന്തായി? ഈ നാടകശാല ആകെ നമ്മൾ നശിപ്പിച്ചു. എന്നിട്ട് നമ്മൾ തന്നെ ദുഃഖിക്കുകയാണ്. ദുഃഖം കൊടുക്കുക, ദുഃഖം എടുക്കുക. വേദന കൊടുക്കുക, വേദന എടുക്കുക. ടെൻഷൻ അടിക്കുക, ടെൻഷൻ കൊടുക്കുക. ഇതാണ് ഇപ്പം നമ്മുടെ കൊടുക്കല്. എന്ത് കൊടുക്കേണ്ടവരാണ്? സുഖം കൊടുക്കേണ്ടവർ, സന്തോഷം കൊടുക്കേണ്ടവർ. കൊടുക്കാനാണ് നമ്മൾ ഇങ്ങോട്ട് വിട്ടത്. കൊടുത്തിരുന്നവരുമാണ് നമ്മൾ. പക്ഷെ നാടകം കളിച്ച് ഇപ്പം എന്താ കൊടുക്കാൻ വാങ്ങാൻ ചെയ്യണേ? നമ്മൾ സാക്ഷിയായിട്ട് ഇന്ന് രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഒരു ബുക്ക് എടുത്തിട്ട് എഴുതി നോക്കുക. ഓർമ്മ വെച്ച നാൾ മുതൽ ഇതുവരെ ഞാൻ, ഈ ആത്മാവ്, ഈ ശരീരത്തിൽ ഞാൻ എല്ലാവർക്കും എന്താ കൊടുത്തുകൊണ്ടിരിക്കണം? ഞാൻ എന്താ കൊടുത്തുകൊണ്ടിരിക്കണം? രാവിലെ മുതൽ മനസ്സുകൊണ്ട്, വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട് ഡയറിയിൽ എഴുതുക. നമുക്ക് വേണ്ടിയിട്ട്, വേറെ ആരെയും കാണിക്കാനല്ല. അല്ല, ഇനി ഒരു ന്യൂ ഇയർ, പുതിയൊരു വർഷവും കൂടെ വരികയല്ലേ. ഇന്ന് മുതലൊരു ജേർണൽ, ഒരു ബുക്ക്, ഒരു ഡയറി എഴുതുന്ന ശീലം വയ്ക്കൂ. ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് എഴുതൂ. രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഞാൻ എന്താ ചെയ്തേ, എന്താ പ്ലസ് ഉണ്ടായി, എന്താ മൈനസ്, എന്നിൽ നിന്ന് എത്ര പ്ലസ് ഉണ്ടായി, എന്നിൽ നിന്ന് എത്ര മൈനസ് ഉണ്ടായി. അത് നോട്ട് ചെയ്താൽ തന്നെ എന്താവും? നമ്മൾ തന്നെ വായിക്കുക, എത്ര പ്ലസ് എത്ര മൈനസ്. അപ്പം നമുക്ക് മനസ്സിലാവും ഞാൻ എത്ര നല്ല ആളാണ്, എത്ര
എന്ത് ചീത്തയാണ്. അപ്പം നമുക്ക് തന്നെ നമ്മളെങ്ങനെ മറ്റുള്ളവരെ വിലയിരുത്തില്ലേ, അവർ പറഞ്ഞാൽ ശരിയല്ല, ഇവർ ചെയ്തത് ശരിയല്ല, അവരങ്ങനെ പറയണമായിരുന്നു, ഇങ്ങനെ ചെയ്യണമായിരുന്നു, ഇങ്ങനെ പെരുമാറിയത് ശരിയല്ല. എത്ര പേർക്ക് നമ്മൾ കമൻ്റ് എഴുതാം? എത്ര പേരുടെ ഡയറി നമ്മൾ നോട്ട് ചെയ്യും? ഡയറിയിൽ എഴുതില്ലെങ്കിൽ ഈ ഡയറിയിൽ എല്ലാവരുടെയും പ്ലസും മൈനസും നോട്ട് സെക്കൻഡ് നോട്ട് ചെയ്യും. എൻ്റെയോ? എൻ്റെ ഡയറി ആരാ എഴുതണേ? നോട്ട് ചെയ്യണേ? എൻ്റെ ചെക്കർ ആരാ? ഞാൻ തന്നെയാകണം. കാരണം നമ്മൾ എത്ര തന്നെ ആരെക്കുറിച്ച് നോട്ട് ചെയ്താലും കമൻറ്റ് പറഞ്ഞാലും ആരെയും മാറ്റാൻ നമുക്ക് പറ്റില്ല, പറയാൻ മാത്രമേ പറ്റൂ. നമ്മുടെ മക്കളെ പോലും നമുക്ക് മാറ്റാൻ പറ്റുന്നുണ്ടോ? ആലോചിച്ച് നോക്കൂ. ഒരു പരിധിക്കപ്പുറം അവരും വേറൊരു ഡ്രൈവറാ വണ്ടിയിലിരിക്കണം. നമ്മൾ എത്ര ആഗ്രഹിച്ചാലും എന്തെല്ലാം അവസരങ്ങൾ ഉണ്ടാക്കി കൊടുത്താലും എങ്ങനെയൊക്കെ കൊണ്ടു നടന്നാലും നമ്മൾ മടിയിൽ വെച്ചാലും നമുക്കറിയാം ഒരു പരിധിവരെ മാത്രമേ നമ്മൾ ജന്മം കൊടുത്ത മക്കളുടെ മേലെ പോലും നമുക്ക് പറ്റണുള്ളൂ. അപ്പോൾ പിന്നെ വേറെ ആരെയും നമുക്ക് നന്നാക്കാൻ പറ്റണം? എനിക്ക് നന്നാക്കാൻ പറ്റുന്ന ഒരേ ഒരാളെ ഈ ഭൂമിയിലുള്ളൂ. അതാരെയാണ്? എന്നെ. മീന സിസ്റ്ററെ മാത്രമേ നന്നാക്കാൻ പറ്റൂ. ഈ കാര്യങ്ങളെല്ലാം നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുമ്പോഴും നിങ്ങളെയൊക്കെ നന്നാക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടല്ല. അതൊരു ശുഭഭാവനയുണ്ട്. ഭഗവാന്റെ കാര്യം എല്ലാവരും അറിയട്ടെ, എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. പക്ഷെ എത്ര തവണ പറയുന്നു, അത്രയും തവണ ഈ കാതുകളിലൂടെ ഞാൻ തന്നെ ഇതെല്ലാം കേൾക്കുകയാണ്. ഇതിൻ്റെ ബെനിഫിറ്റ് എനിക്കാണ് ഏറ്റവും കൂടുതൽ. എനിക്ക് എന്നെ നന്നാക്കാൻ. കാരണം എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയണമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഇല്ലാത്തൊരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനാവില്ല. അത് വെറും വാക്യാവുള്ളൂ, അതിൽ ശക്തി ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ ഈ ജീവിത നാടകശാലയിൽ ഇപ്പോൾ നാടകം കളിച്ച് ദുഃഖം കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്ന നമുക്ക് ബാറ്ററി ഡിസ്ചാർജ് ആയിപ്പോയത് കൊണ്ട് ബാറ്ററി ചാർജ് ചെയ്യാൻ ഭഗവാൻ പറയണത്, മക്കളെ നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരൂ, പവർ ഹൗസിലേക്ക് കണക്റ്റ് ആവൂ. ഇവിടെ നമ്മളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ചാർജിന് വേണ്ടി കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലഗ് ചെയ്ത് നോക്കുക. എനിക്ക് അമ്മ തരുമോ, അച്ഛൻ തരുമോ, വൈഫ് തരുമോ, അമ്മായിയമ്മ തരുമോ, മരുമോള് തരുമോ, ബാറ്ററി ടു ബാറ്ററി ചാർജിങ്ങിന് ശ്രമിക്കുക. പക്ഷേ ഇവിടെ നാടകശാലയിൽ നമ്മൾ നോക്കിയ എല്ലാ ബാറ്ററിയും ഡിസ്ചാർജ്ഡാണ്. ഒരു ഡിസ്ചാർജ്ഡ് ബാറ്ററി പോയി അടുത്ത ഡിസ്ചാർജ്ഡ് ബാറ്ററി എടുത്ത് ചോദിക്കുക. സ്നേഹം തരുന്നില്ല, ബഹുമാനം തരുന്നില്ല, എന്നെ മൈൻഡ് ചെയ്യുന്നില്ല, എന്നെ നോക്കണില്ല, എനിക്കത് തരാൻ, എന്നെ ശ്രദ്ധിച്ചില്ല, ഇല്ല തരുന്നില്ല, കിട്ടണില്ല. വേണം പിടിച്ചെടുക്കാനുള്ള ശ്രമം, സ്നേഹം പിടിച്ചു വാങ്ങാൻ, ബഹുമാനം പിടിച്ചു വാങ്ങാൻ, ശ്രദ്ധ പിടിച്ചു വാങ്ങാൻ നമ്മളെല്ലാവരും കിടന്നിട്ട് തത്രപ്പാടിലാണ്. പക്ഷെ ബാറ്ററികളുടെ എല്ലാം അവസ്ഥ ഡിസ്ചാർജ്ഡ്. അപ്പോൾ ഒരു ഡിസ്ചാർജ്ഡ് ബാറ്ററിക്ക് കൊടുക്കാനാകില്ല. അതുകൊണ്ട് നമുക്ക് എല്ലാ ഡിസ്ചാർജ്ഡ് ബാറ്ററിക്കും കണക്ഷൻ എവിടെ വയ്ക്കണം? ഒരു ഫുൾ ബാറ്ററി ഉണ്ട്. അതാരാ? ഈ നാടകശാലയിൽ വന്ന് നാടകം കളിക്കാതെ സാക്ഷിയായിട്ടിരിക്കുന്ന ഒരു ഫുൾ ബാറ്ററി ഉണ്ട്. അതാരാ? ഈശ്വരനാണ്, പരമാത്മാവാണ്. ആ പരമാത്മാവാകുന്ന പവർ ഹൗസുമായി കണക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യൂ? കറണ്ട് എടുക്കാനാകുള്ളൂ. അപ്പം അതിൽ കാണിച്ചിരിക്കുന്നത് അതാണ്. ഈ നാടകശാലയ്ക്കും അപ്പുറം ഇവിടെ ഇരിക്കുമ്പോൾ നമുക്ക് നീലാകാശം വരെ കാണാം. അതിനപ്പുറത്തെ റീജിയൻ, അതിനാണ് സെപ്റ്റൽ വേൾഡ്, സൂക്ഷ്മവദനം, പ്രകാശലോകമെന്ന് പറയണത്. അതിനുമപ്പുറം ബ്രഹ്മാണ്ടത്തിൻ്റെ ബ്രഹ്മലോകത്തിൻ്റെ നെറുകയിൽ റെഡ് കളറിൽ കാണിച്ചിരിക്കണം, ഗോൾഡൻ റെഡ് കളർ ബ്രഹ്മാണ്ടത്തിൻ്റെ നെറുക. ഭഗവാൻ പറയുന്നത് ഇത് കാവി നിറമാണ്. അവിടെ നമ്മുടെ സൂര്യചന്ദ്ര നക്ഷത്രങ്ങൾക്കും അകലെയുള്ള ലോകം. നമ്മൾ വിടുന്ന സാറ്റലൈറ്റ്, നമ്മുടെ ഉപഗ്രഹങ്ങളെല്ലാം പോകുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. അതിൽ എത്ര ഇന്ധനവും കൊണ്ട് പോകുന്നു അത്ര ദൂരെ പോകാൻ പറ്റൂ. ചന്ദ്രനിൽ വരെ പോയി, നക്ഷത്രങ്ങളിൽ വരെ പോകുന്നു. പക്ഷേ സൂര്യചന്ദ്ര നക്ഷത്രങ്ങൾക്കും അപ്പുറം മാനവനും മാനവൻ്റെ സയൻസിനും എത്താൻ കഴിയാത്ത സ്ഥാനം, അതാണ് സൈലൻസ് വേൾഡ്. സോ മെഡിറ്റേഷനിൽ നമുക്ക് പോകേണ്ടതും ആ സൈലൻസ് വേൾഡിലേക്കാണ്. കാരണം നമ്മളെല്ലാ ആത്മസ്വരൂപങ്ങളും ഈ സൈലൻസ് വേൾഡിൽ നിന്നാണ് ഈ ശബ്ദത്തിൻ്റെ ലോകത്തിലേക്ക് വന്നത്. അതുകൊണ്ട് രാജയോഗ ധ്യാനത്തിൽ, മെഡിറ്റേഷനിൽ നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട് ഈ ശരീരത്തിലാണ് ഇരിക്കുന്നത്, പക്ഷെ മനസ്സുകൊണ്ട് നമ്മൾ എവിടേക്ക് യാത്ര ചെയ്യാണ്? അവിടേക്ക്, സൈലൻസ് വേൾഡിൽ. അവിടെ കണ്ടില്ലേ, നമ്മൾ ആത്മസ്വരൂപങ്ങളെയാണ് ഈ കാണിച്ചിരിക്കുന്നത്. ആത്മാക്കളൊക്കെ ഈ ആകാശത്തിൽ നക്ഷത്രം തൂങ്ങിക്കിടക്കുന്നത് പോലെ നമ്മൾ ഓരോ ആത്മസ്വരൂപങ്ങളും എവിടെ തൂങ്ങിക്കിടക്കുകയാണ്?
പരമാത്മാവിൻ്റെ അടുത്ത്. അവിടെ ആയിരുന്നു നമ്മൾ, ഈശ്വര സന്നിധാനത്തിലായിരുന്നു. ഇതാണ് ശരിക്കും അമ്പലം, ക്ഷേത്രം. ഏതാണ് അത്? ഭഗവാന്റെ സന്നിധാനം. നമ്മൾ അങ്ങനെയല്ലേ പറയാ, ഈശ്വര സന്നിധാനം. അപ്പൊ ഈശ്വരൻ ഇരിക്കുന്ന സ്ഥാനം അതാണ്. ഈശ്വരൻ കുടികൊള്ളുന്ന ചൈതന്യ ശിവാലയം, ശിവക്ഷേത്രമാണ്. ബ്രഹ്മാണ്ടത്തിന്റെ നെറുകയില് പരമേശ്വരൻ ഇരിക്കുന്ന ആ സന്നിധാനം തന്നെയാണ് നമ്മൾ ആത്മാക്കളുടെയും വീട്. അവിടുന്ന് നമ്മൾ ഓരോരുത്തരും ആകാശത്തുനിന്നൊരു നക്ഷത്രം ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നതെന്ന് കാണൂ മനസ്സിൽ. അതുപോലെയാണ് നമ്മൾ ആത്മസ്വരൂപങ്ങള്. ഭഗവാന്റെ അടുത്തുനിന്ന് ഒരു നക്ഷത്രം പോലെ വീട്ടിൽ നിന്നിറങ്ങി ഇവിടേക്ക് വന്നു. അമ്മയുടെ ഗർഭത്തിൽ പോയി അവിടെ ഒരു ശരീരം കിട്ടി. ശരീരമെടുത്ത് വീണ്ടും ശരീരത്തിൽ നിന്ന് ഇറങ്ങുക, വീണ്ടും അടുത്ത് അമ്മയുടെ ഗർഭത്തിലേക്ക് പോവുക, അടുത്ത ശരീരം ഇടുക. ജനന മരണ ചക്രം. വീട്ടിൽ നിന്ന് ഒരിക്കൽ ഇറങ്ങിയാൽ ഇവിടെ വന്നിട്ട് എന്താ ചെയ്യണേ? ശരീരം വിട്ട് പുനർജന്മത്തിന്റെ ചക്രം. ഇന്നലെ നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞതാണ്. ജന്മം, കർമ്മം, കർമ്മത്തിനനുസരിച്ച് വീണ്ടും ജന്മം, അല്ലേ? അപ്പം അങ്ങനെ ജനന മരണ ചക്രത്തിൽ ഇവിടെ നമ്മൾ പാർട്ട് അഭിനയിക്കുക. വീട്ടിൽ നിന്ന് ഓരോ ആത്മാക്കൾ അവരുടെ സമയത്ത് ഇറങ്ങി വരും. ഇവിടെ വന്നവരെല്ലാവരും പുനർജന്മം എടുക്കണു. പിന്നെ വീട്ടിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ബാക്കിയുള്ളവർ ഇറങ്ങി വരുന്നു. അതുകൊണ്ടാണ് ഇവിടെ ജനസംഖ്യ കൂടണം. അല്ലാതെ ആത്മാവിനെ നശിപ്പിക്കുകയല്ല. മനസ്സിലായോ? പുനർജന്മം എടുക്കുകയാണ്. വീട്ടിൽ നിന്ന് ആത്മാക്കൾ ഇറങ്ങിയും വരുന്നുണ്ട്. അതുകൊണ്ട് ജനസംഖ്യ കൂടുന്നതിൻ്റെ കാരണം. അപ്പം നമ്മളെല്ലാ ആത്മസ്വരൂപങ്ങളും പരമാത്മാവിൻ്റെ അടുത്ത് നമ്മൾ ആത്മാക്കളോടൊപ്പം ഒരു വലിയ ജ്യോതിയെ കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഈ വലിയ പ്രകാശത്തെ കാണിച്ചിരിക്കുന്നത് പരമാത്മാവിൻ്റെ ഓർമ്മചിഹ്നമാണ്. നമ്മൾ ആത്മാക്കള് പരംപിത പരമാത്മാ, അങ്ങനെയല്ലേ പറയണ? പരംപിത പരമാത്മാ. ആരുടെയാ? പരമമായ പിതാവ്. അതാണല്ലോ പരംപിത പരമാത്മാ. അപ്പൊ പരമമായ ആത്മാവ് പരമപിതാവാണ്. ആർക്ക് പിതാവാണ്? എല്ലാ ആത്മസ്വരൂപങ്ങളുടെയും പിതാവാണ്. എല്ലാ ആത്മസ്വരൂപങ്ങളുടെയും മാതാവുമാണ് ആര്? ഈശ്വരൻ. അപ്പം നമ്മളെല്ലാവർക്കും അച്ഛനും അമ്മയുമാണ് ഈശ്വരൻ. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പാടണേ? ത്വമേവ മാതാശ്ച പിതാ ത്വമേവ. ആരാ പാടണേ? ആത്മാക്കളുടെ ഗീതമാണിത്. ആത്മസ്വരൂപത്തിൽ നമ്മുടെ എല്ലാ അച്ഛനും അമ്മയാ. ശരീരം കൊണ്ട് നമ്മുടെ എല്ലാവരുടെയും അച്ഛനും അമ്മയും വേറെ വേറെയാ. അതുകൊണ്ടാണ് നമ്മൾക്ക് ഇവിടെ ഇരിക്കുമ്പോൾ വേറെ വീട്, വേറെ ജാതി, വേറെ നാട്, വേറെ ഭാഷ. കാരണം ദേഹം കൊണ്ട് നമ്മളെല്ലാവരും വേറെ വേറെ പാർട്ട്ധാരികളാണ്. പക്ഷെ എല്ലാ ശരീരത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന ആത്മസ്വരൂപങ്ങളുടെയും ആത്മനാഥൻ ആരാണ്? പരമാത്മാവാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈശ്വരനെ വിശ്വനാഥൻ എന്നാ പറയണത്. എൻ്റെ അർത്ഥം എന്താ? ഈ വിശ്വമാകുന്ന തറവാട്ടിൽ ഈ ഭൂമിയിൽ ഇപ്പോൾ 850 കോടി ജനങ്ങൾ നാടകം കളിക്കുന്നുവെങ്കിൽ എല്ലാ ശരീരങ്ങളിലും ഇരിക്കുന്ന ആത്മാക്കളുടെ അച്ഛൻ അമ്മ ആരാണ്? പരമാത്മാ. അതുകൊണ്ട് മെഡിറ്റേഷനിൽ, രാജയോഗ ധ്യാനത്തിൽ നമ്മളിവിടെ ഇരുന്നുകൊണ്ട് നമ്മുടെ മനസ്സ് ബുദ്ധി കൊണ്ട് ഒറ്റ ഓട്ടത്തിന് നമുക്ക് ആരുടെ അടുത്തെത്താം? ഭഗവാന്റെ അടുത്ത് പോയി ഇരിക്കാം. ഭഗവാന്റെ അടുത്ത് പോയി ഇരുന്നാൽ മതി. ഇരിക്കുമ്പോൾ എന്ത് നടക്കും? യോഗം, കണക്ഷൻ വെക്കുമ്പോൾ എന്ത് കിട്ടും? കറണ്ട്. എന്താ ഭഗവാന്റെ അടുത്തുള്ള കറണ്ട്? ഭഗവാന്റെ അടുത്തു നിന്നുള്ള കറണ്ട് ആ വെളിച്ചത്തെ കാണിച്ചിരിക്കുകയാണ്. ഭഗവാന്റെ കറണ്ട് എന്താ? ഭഗവാനിൽ നിന്ന് വരുന്നത് സ്നേഹത്തിൻ്റെ വെളിച്ചമാണ്, ശാന്തിയുടെ കറണ്ടാണ്, ശക്തികളുടെ കറണ്ടാണ്, അറിവിൻ്റെ കറണ്ടാണ്. അപ്പം മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ, ധ്യാനത്തിലിരിക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നത് ഭഗവാന്റെ കയ്യിൽ വീടും സ്വർണവും പൈസയും ജോലിയും അമ്മയും കുട്ടിയൊന്നുമില്ല. ഭഗവാന്റെ കയ്യിലുള്ളത് എന്താ? ശാന്തി, ശക്തി, അറിവ്, അറിവിൻ്റെ കടൽ, സ്നേഹക്കടൽ, സന്തോഷത്തിൻ്റെ കടൽ, ശാന്തിയുടെ കടൽ. അപ്പം നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ ഞാൻ മെഡിറ്റേഷന് മുമ്പുള്ള ഞാനും 5 മിനിറ്റ് 10 മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്തതിനുള്ള ശേഷമുള്ള ഞാനും തമ്മിൽ എന്താ വ്യത്യാസം? ഈ ബാറ്ററിയിൽ എന്ത് ഫീൽ ചെയ്യും? എന്ത് ചാർജ്? ശാന്തി ഉണ്ടാവും, ശക്തി ഉണ്ടാവും, സഹിക്കാൻ, ക്ഷമിക്കാൻ, അഡ്ജസ്റ്റ് ചെയ്യാൻ. അപ്പം ഞാൻ ഡെയിലി ബാറ്ററി ചാർജ് ചെയ്യുക, സഹനശക്തി കൂടും, അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ശക്തി കൂടും, ശരി തെറ്റ് തിരിച്ചറിയാനുള്ള ശക്തി കൂടും, നല്ല തീരുമാനങ്ങൾ എടുക്കാനുള്ള ശക്തി കൂടും, ചേർന്ന് പോകാനും ചേർത്ത് കൊണ്ടുപോകാനുമുള്ള ശക്തി കൂടും. അതുകൊണ്ടാണ് ഡെയിലി ചാർജ് ചെയ്യുന്നത്. കാരണം ഇതൊരു ഡിസ്ചാർജ്ഡ് ബാറ്ററിയാണ്.
കാരണം ചാർജ് ഡെയിലി യൂസ് ചെയ്യാണ്, ഉപയോഗിക്കുകയാണല്ലോ. രാവിലെ എഴുന്നേറ്റ് തിങ്ക് ചെയ്യാൻ മുതൽ, ചിന്തിക്കാൻ മുതൽ ശക്തി ഉപയോഗപ്പെടാണ്, ആത്മശക്തിയാണ് ഉപയോഗിക്കുന്നത്. അപ്പം ചാർജ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താകും? കുറയും. നാച്ചുറൽ അല്ലേ? രാവിലെ എഴുന്നേറ്റ് നമ്മൾ നമ്മുടെ മൊബൈലിൽ ചാർജ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്, ആണോ? നമ്മൾ കുളിക്കാൻ പോകുമ്പോൾ തന്നെ കുത്തി വെച്ചിട്ട് പോകും. ഞാൻ കുളിച്ച് റെഡിയാകുമ്പോഴേക്കും 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ ചാർജാണ്. അപ്പോൾ ചാർജ് 1 മണിക്കൂർ ചെയ്താലേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ഒരു 10-12 മണിക്കൂർ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതും ബാറ്ററിയുടെ കപ്പാസിറ്റി അനുസരിച്ചിരിക്കും, അല്ലേ? പിന്നെ ഉപയോഗിച്ചതിന് ശേഷം എന്ത് ചെയ്യും? വീണ്ടും അത് തന്നെ. നമുക്ക് ധ്യാനം എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പം ഇനി നിങ്ങൾ പറയൂ, ഇത് നമ്മൾ ഡെയിലി ചെയ്യണോ, വർഷത്തിലൊന്നോ മാസത്തിലൊന്നോ ആണോ? ഡെയിലി ചാർജ് ചെയ്യുക, ഡെയിലി യൂസ് ചെയ്യുക. അപ്പം അതുകൊണ്ട് നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് മനസ്സുകൊണ്ട് എവിടേക്ക് പോകണം? പരമാത്മാവിൻ്റെ അടുത്തേക്ക്. ആ പരംപിത പരമാത്മാവിനെയാണ്, ഈശ്വരൻ്റെ നാമമാണ് ശിവൻ. ശിവനർത്ഥം മംഗളകാരി, ഈ സർവ്വാത്മാക്കൾക്കും മംഗളം ചെയ്യുന്ന ആള്. ഈ ഭൂമുഖത്ത് 850 കോടി ഉണ്ടെങ്കിൽ ആ 850 കോടിക്കും മംഗളം ചെയ്യുന്ന ആളുടെ പേരാണ് ശിവൻ. പിന്നെ ശിവൻ എന്ന് പറഞ്ഞാൽ ശവമാകാത്ത ആള്, ശരീരം എടുക്കാത്ത ആള്. ഒരമ്മയുടെ ഗർഭത്തിൽ ജനിക്കുന്നില്ല. നമ്മളെല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്? ആത്മാക്കളെല്ലാം ഇവിടെ വന്ന് ജനിക്കുന്നുണ്ട്. ജനിച്ച് മരിച്ച് ജീവിതം മുന്നോട്ട് പോകുമ്പോൾ പാപാത്മാവും പുണ്യാത്മാവും ദൈവാത്മാക്കളും ഒക്കെ ആയിട്ട് ദൈവിക കർമ്മം ചെയ്യുന്നവർ, പാപകർമ്മം ചെയ്യുന്നവർ, പുണ്യകർമ്മം ചെയ്യുന്ന, അതിനനുസരിച്ച് നമ്മുടെയൊക്കെ പേര് മാറും. പക്ഷെ പരമാത്മാവാര് നമ്മളെപ്പോലെ അമ്മയുടെ ഗർഭത്തിൽ ജനിക്കുന്നില്ല. അതുകൊണ്ടാണ് ഭഗവാനെ ഗീതയിൽ പറയുന്നുണ്ട് നിരാകാരൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ശരീരധാരിയല്ല, ജ്യോതി സ്വരൂപനാണ്. നമ്മളെല്ലാവരും ശരീരികളാണ്. ശരീരം എടുത്തിവിടെ പാർട്ടപ്പിന്. നിരാകാരനായ പരമാത്മാവിനെയാണ് ശിവൻ എന്ന് പറയുന്നത്. ഭഗവാന്റെ രൂപത്തിൽ നമ്മൾ അച്ഛനും മക്കളും ഒരേപോലെയാണ്. ആത്മാവും ഒരു ജ്യോതിയാണ്, ബിന്ദു രൂപം, ജസ്റ്റ് പോയിന്റ് ഓഫ് എനർജി, ഒരു പ്രകാശകണിക. ഈശ്വരൻ്റെ രൂപം ജ്യോതിയാണ്. അതുകൊണ്ടാണ് നമ്മൾ വിശേഷങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഭഗവാനെ ഓർമ്മിക്കാൻ ഒരു വലിയ വിളക്കും ബാക്കി ചുറ്റുവിളക്കുകൾ ധാരാളം, ആയിരക്കണക്കിന്, ലക്ഷദീപം, കോടി ദീപം ഒക്കെ പറയാം. അപ്പം നമ്മൾ കോടിക്കണക്കിനുണ്ട് ആത്മദീപങ്ങൾ. പക്ഷെ പരമാത്മദീപം പരമാത്മാക്കൾ എന്ന് പറയാറില്ല. പരമാത്മാവ്, ആത്മാക്കളും പരമാത്മാവും.